ലതാസ് രുചിക്കൂട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ മുട്ടക്കറിയും നെയ്പത്തലുമാണ് കാണിക്കുന്നത്. ഞാൻ ആദ്യം ഉണ്ടാക്കുന്നത് നെയ്പത്തലാണ്. അതിനായിട്ട് ഞാൻ 2 കപ്പ് പുട്ടുപൊടിയാണ്, നല്ല തരിയുള്ള പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് റേഷൻ ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടുള്ള അരി കഴുകി ഉണക്കി മില്ലിൽ കൊടുത്ത് പൊടിപ്പിച്ച് വറുത്ത് കിട്ടിയതാണ്. ഇനി അതിലേക്ക് ഒരു 2.5 കപ്പ് തിളപ്പിച്ച വെള്ളം, അതായത് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിലേക്ക് ഒഴിക്കണം. അപ്പോൾ ഒരു 2.25 കപ്പ് ഒഴിച്ച് കുറച്ചവിടെ ബാക്കി വെച്ചാൽ മതി. എന്നിട്ട് അത് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. പിന്നീട് ഒരു കപ്പ് നാളികേരം, ഒരു 4-5 ചെറിയ ഉള്ളി, പിന്നെ 1 ടീസ്പൂണ് ജീരകം, പിന്നെ ഒരു 1/2 ടീസ്പൂണ് പെരുംജീരകം ഇട്ടിട്ട് ഒന്ന് ചതച്ചിട്ടെടുക്കുക. വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല, ഒന്ന് ചതയ്ക്കാനേ പാടുള്ളൂ. ഇനി നമുക്ക് ആ പുട്ട് നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ച് വെച്ചിട്ടില്ലേ, അതിലേക്ക് കുറച്ചും കൂടി, കാരണം ഓരോ പുട്ടുപൊടിക്കും ഓരോ പോലെയായിരിക്കും, ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി അതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന നാളികേരം, ചെറിയുള്ളി, ജീരകം, പെരുംജീരകം കൂട്ടി ചതച്ച് വെച്ചിട്ടുള്ളതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. 1 ടീസ്പൂണ് നെയ്യും ഒഴിച്ചു കൊടുക്കുക. ഇതിന് ശേഷം നമുക്കത് നല്ലപോലെ ഒന്ന് കൈകൊണ്ട് തന്നെ കുഴയ്ക്കുന്നതാണ് നല്ലത്. നമുക്ക് അതൊന്ന് കുറച്ച് സാമാന്യം നല്ല വലിപ്പത്തിൽ, ഇത്രയും വലിപ്പത്തിൽ ഉരുളകളാക്കി വയ്ക്കാം. എന്നിട്ട് ഞാൻ ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ ഒരറ്റം വെട്ടിയിട്ട് ഇങ്ങനെയാണ് എളുപ്പത്തിൽ നമുക്ക് പരത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് കവറൊന്ന് മുറിച്ചെടുക്കുക. എന്നിട്ട് അതിൽ കുറച്ചൊന്ന് ഓയിൽ തേച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഉരുട്ടി വെച്ചിട്ടുള്ള പത്തിരിയുടെ നെയ്പത്തലിൻ്റെ ഇതില്ലേ, ഉരുട്ടി വെച്ചിട്ടുള്ളത് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ പകുതി ഭാഗമായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു പാത്രം കൊണ്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്താൽ മതി, കാരണം ഇത് കുറച്ച് കട്ടി വേണം. ഈ നെയ്പത്തൽ എന്ന് പറയുമ്പോൾ അധികം നേരിയതാവാൻ പാടില്ല, കുറച്ച് കട്ടിയിലുള്ളതാവണം. അപ്പോൾ ചെറുതായിട്ട് ഒരു പ്രസ് ചെയ്താലും മതി. ഇനി നമുക്ക് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഞാൻ പരത്തി വെച്ചത് ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ ഇട്ട് കഴിയുന്ന സമയത്ത് തന്നെ അതിങ്ങനെ പൊള്ളയായിട്ട് വരും. അപ്പം നമ്മളതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ചട്ടകം കൊണ്ട്. അപ്പോൾ കണ്ട ഫുള്ളും നല്ല പൊള്ളയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മളുടെ നെയ്പത്തൽ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് നെയ്പത്തൽ, എന്നാലും ഫസ്റ്റ് പ്രാവശ്യം തന്നെ അത് സക്സസ് ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ അടുത്തത് ഞാൻ പരത്തിയിട്ട് അത് അപ്പോഴ് പരത്തിയാൽ മതി, ഇങ്ങനെ പരത്തി വയ്ക്കേണ്ട കാര്യമില്ല. ഇടുന്ന സമയത്ത് വെറുതെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ അത് രണ്ടാമത്തതും ഞാൻ ഇതിലേക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ട അതും ഇതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പം നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നല്ല പൊള്ളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇവിടെ നെയ്പത്തൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് കണ്ട് അങ്ങനെ പൊളിച്ചൊക്കെ നോക്കുന്ന സമയത്ത് നല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ നെയ്പത്തലിൻ്റെ കൂടെ കൂട്ടാൻ വേണ്ടി മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഒരു ഫുഡ് പ്രോസസ്സറിൽ ആണ് സവാള അരിയുന്നത്. സവാള ഒരു 4-5 എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കൂടുതൽ അരിയാൻ സമയമെടുക്കുമല്ലോ. അപ്പോൾ ഇതിലാകുമ്പോൾ പെട്ടെന്ന്
അപ്പം ഇനി നമുക്ക് അത് കറി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ചൂടായപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് പെരിഞ്ജീരകമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പെരിഞ്ജീരകം അതൊന്ന് എണ്ണയിലൊന്ന് പൊട്ടി വരും. ആ സമയത്ത് നമുക്ക് ഇവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു 2-3 പച്ചമുളക്, എരിവിനനുസരിച്ച് നമുക്ക് 2-3 പച്ചമുളക് അതിൽ നീളത്തിൽ അരിഞ്ഞത് അതും ഇട്ട് കൊടുക്കാം. ഈ സവാള നല്ല പോലെ ഒന്ന് മൂത്ത് വരണം. അപ്പം നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം അതൊന്ന് ആയി കിട്ടണമെങ്കിൽ. അല്പം വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ അത് പെട്ടെന്ന് ഒന്ന് സ്പീഡിൽ ആയി വരും. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ആവുന്നത് വരെ നമ്മൾ കുറച്ച് സമയമെടുക്കും ഇത് ആവാൻ. അതാ ഒരുവിധം ഒന്ന് കളറ് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ആണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ആവാനുണ്ട് കുറച്ചും കൂടി. അതിന് ശേഷം ഒന്നുകൂടി ബ്രൗൺ നിറം അതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, ഒരു 1.5 ടീസ്പൂണ് മുളക് പൊടി. സവാള കൂടുതലുള്ളതുകൊണ്ട് നിങ്ങൾ ഇത്ര സവാള എടുക്കുന്നില്ലെങ്കിൽ 1 ടീസ്പൂൺ ഇട്ടാൽ മതി. ഞാനൊരു 1.5 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് ഞാനൊരു 3 തക്കാളി മുറിച്ചതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഞാൻ തക്കാളി കുറച്ച് നേരം നല്ലപോലെ വേവിക്കണം. രണ്ടും കൂടി കുറച്ച് നേരം വേവന്നതിന് ശേഷം ലാസ്റ്റിൽ നമുക്ക് അതിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 5 മുട്ട ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് വരഞ്ഞതിന് ശേഷം അതും കൂടി അതിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് അതിലേക്ക് കോഴിമുട്ട ചേർത്തതിന് ശേഷം കുറച്ച് നേരം കൂടി ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇനി ഇപ്പോൾ ഇവിടെ അത് റെഡി ആയി കഴിഞ്ഞു. ഞാനതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിടും. അപ്പോൾ ഇവിടെ നെയ്പത്തലും അത് കൂട്ടാൻ മുട്ടക്കറിയും ഇവിടെ റെഡി ആയി കഴിഞ്ഞു. എൻ്റെ മകളും മായയും പേരക്കുട്ടി ജഗ്ഗുട്ടനൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയുന്നുണ്ട് നല്ല സൂപ്പറാണ്, അടിപൊളിയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഏതായാലും ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് നെയ്പ്പത്തിൽ. അത് വളരെ നന്നായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള നെയ്പ്പത്തലും അതിൻ്റെ കൂട്ടാനുള്ള കറി മുട്ടക്കറിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും.